ഷബീർ നോക്കൂ, ഇത്രയും അധികം ഊർജ്ജസ്വലതയോടുകൂടി മഹിളാ കോൺഗ്രസ് പ്രതിഷേധിച്ച അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതാ വളരെ നിങ്ങളുടെ പോലീസ് അവിടെ നിഷ്ക്രിയമായി നോക്കി നിന്നു എന്നതല്ല, ആ പ്രതിഷേധത്തെ സംയമനത്തോടെ നേരിട്ടു എന്ന് തന്നെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. പിടിക്കാൻ വന്നു. ശരി, ബിന്ദുകൃഷ്ണൻ പരിപാടി നടക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ്സുകാരുടെ പോലെ തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം കേരളം കണ്ടു. പാവാട ഉയർത്തിയാണ് അവർ പ്രതിഷേധിച്ചത്, കറുപ്പെടുത്താണ് പ്രതിഷേധിച്ചത്. അല്ലല്ല, പാവട നമ്മുടെ പാവട ഉയർത്തി കാണിച്ചല്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കയ്യിൽ പിടിച്ച പാവാട ഉയർത്തി പ്രതിഷേധിച്ചിരിക്കുന്നു. എന്റെ ഒരു ഗതികേട്. അപ്പോ ഇതാണ് പ്രതിഷേധത്തിന്റെ മാർഗമായി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ മാർഗം കേരളത്തിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കണ്ടു. ആ പ്രതിഷേധം ജനമനസ്സറിഞ്ഞുള്ളൊരു പ്രതിഷേധമല്ലേ? അല്ല, ഈ പ്രതിഷേധത്തെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ CM ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് സമാധാനപരമായിട്ടുള്ള എല്ലാ പ്രതിഷേധത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോ ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ് സമാധാനപരമായി സമരം ചെയ്തോട്ടെ, അവര് ഈ പറയുന്ന ഏത് തരത്തിലുള്ള കറുത്ത വസ്ത്രം കാണിച്ചാണെങ്കിലും അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവരങ്ങനെ ഈ കേരളത്തിൽ ഈ നവകേരള യാത്ര ആരംഭിച്ചത് മുതൽ സമാധാനപരമായി ഈ കരിങ്കൊടി കാണിച്ച് എല്ലാവർക്കും കരിങ്കൊടി കാണിക്കാം. അതൊരു സമര രൂപമാണ്, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ആദ്യം നിങ്ങളെല്ലാം വളരെ രസകരമായിട്ടൊക്കെ അവതരിപ്പിച്ചല്ലോ, യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചു എന്ന് പറഞ്ഞു. ഒരു കറുത്ത കൊടി കാണിക്കാൻ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കാൻ വരുന്നവർ പെപ്പർ സ്പ്രേയുമായി ആയുധവുമായി വരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം കരിങ്കൊടി കാണിക്കാൻ പൂച്ചട്ടി ഹെൽമെറ്റുമായി വരുന്നത് എങ്ങനെയാണ്? അല്ല, പൂച്ചട്ടി ഹെൽമെറ്റുമായിട്ട് എവിടെയെങ്കിലും പൂച്ചട്ടി ഹെൽമെറ്റുമായി വന്നതല്ല, അത് ആ സാഹചര്യത്തിൽ ഉണ്ടാവുന്ന സംഘർഷത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നത്. ഇന്നത്തെ കാര്യം റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിശോധിക്കാം. അസഹിഷ്ണുതയോടുകൂടി വരും, അസഹിഷ്ണുതയോടുകൂടി യൂത്തും ഈ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത വീഡിയോ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആ വീഡിയോയിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെല്ലാം അല്ല, ജനങ്ങളെ കാണാനാണല്ലോ മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രിയെ കാണാൻ വരുന്ന മുഴുവൻ പേർക്കും മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നുണ്ട്. ഈ നാട്ടിലെ ഇപ്പൊ പ്രിയപ്പെട്ട അരുൺകുമാർ ഈ യാത്രയോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്, കാണുന്നുണ്ട് ഇപ്പോൾ. അതെ, ഈ യാത്രയുമായി ബന്ധപ്പെട്ട് എത്ര ആയിരങ്ങളാണ് ഒഴുകി വന്നതിനെ സംബന്ധിച്ച് അരുൺകുമാറിന് കൃത്യമായ ഒരു ധാരണയുണ്ട്. അപ്പോൾ ജനങ്ങളെ കാണുന്നില്ലെന്ന് റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടർമാർ പറഞ്ഞാൽ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ പോയിന്റിലേക്ക് വരാം. ഇന്നത്തെ പ്രശ്നം ഈ കൊല്ലത്ത് ഒരു സംഘർഷം ഉണ്ടാക്കണം എന്ന് കരുതി കൂട്ടി കുറെ യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലുകൾ ആയുധങ്ങളുമായി വന്നു. സ്വാഭാവികമായിട്ട് ചേർക്കും. ഞങ്ങൾ ഗാന്ധിയന്മാരല്ല. കൊല്ലത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഗാന്ധിയന്മാരല്ല. ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. അതിലൊരു സംശയമില്ല. അല്ല, ഈ നാട്ടിൽ ഇഷ്ടംപോലെ ക്രിമിനലുകളുണ്ട്. നാട്ടിൽ ഒരുപാട് ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകളെ എല്ലാം കൂട്ടി യൂത്ത് കോൺഗ്രസ്സുകാർ ഈ DYFIക്കാരെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും. പിന്നെ കൊല്ലത്ത് ഞങ്ങളെ ആകെ എന്തോ ചെയ്തിട്ട് പോയി എന്നുള്ള ധാരണയൊന്നും വേണ്ട. ഞങ്ങൾ ഒരു കാര്യത്തിലും ഒരു കടവും വെക്കത്തില്ല. കിട്ടിയതിനെല്ലാം അപ്പോൾ തന്നെ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അത് മുമ്പ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അറിയാം, ഇപ്പോഴും കൃത്യമായിട്ട് അറിയാം. ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കും. ഞങ്ങളായിട്ട് ആരെയും ആക്രമിക്കത്തില്ല. നമ്മളിപ്പോ ഇവിടെ മാമാങ്കോ ചാവേറോ ഗുസ്തി മത്സരം ഒന്നും അല്ലല്ലോ. തിരിച്ചു കൊടുക്കുന്നു. ആശയപരമായി തന്നെയാണ് എതിർക്കുന്നത്. ഞങ്ങൾ ആശയപരമായി സംഭവത്തിന്റെ തന്നെ ഇന്നത്തെ സംഭവത്തിൽ കരിങ്കുടിയുമായിട്ട് വന്ന് പ്രതിഷേധിക്കാൻ വരുന്നവരാണവർ. അവരുടെ കയ്യിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വടി കരുതിയിരിക്കുന്നു. അവരുടെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാന്ധിജി ആരംഭിച്ച ഒരു പ്രതിഷേധമാണ്. നമ്മൾ സമാധാനപരമായി നടത്തുന്ന ഒരു പ്രതിഷേധമാണ് കരിങ്കൊടി പ്രതിഷേധം. ഒരു കയ്യിൽ ആയുധവും ഏന്തി മറു കയ്യിൽ കറുത്ത കൊടിയുമായി വരുന്നതല്ല. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ ഇറങ്ങി പോലീസുകാരുടെ സംരക്ഷണ വലയത്തിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ നീണ്ട ചൂരൽ ലാത്തി ഉപയോഗിച്ച് അടിക്കുന്നത് ഏത് ഡിഫൻസാണ്, ഏത് പ്രതിരോധമാണ്? താങ്കൾക്ക് പറയാം. ആ സമയത്താണ് കയ്യിൽ വടിയുമായി കരിങ്കൊടിയുമായി വരുന്നത്. കരിങ്കൊടി എടുത്ത കയ്യിലും കയ്യിൽ വടിയുമായി പ്രതിഷേധിക്കേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിച്ചത് നിങ്ങളുടെ പോലീസാണ്. ഒരിക്കലുമല്ല. അത് യൂത്ത് കോൺഗ്രസ് ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു അവർ സമാധാനപരമായി ഒരു സമരം ചെയ്തു. ഏതെങ്കിലും തരത്തിലൊരു അക്രമം അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും ഒന്ന് പിടിച്ചു തള്ള പോലും ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ DYFI
വീഡിയോയിലുണ്ട്. ആ വീഡിയോ പരിശോധിക്കട്ടെ. വീഡിയോ പരിശോധിച്ചാൽ അറിയാൻ പറ്റൂ. അവർ ആദ്യം ഈ ബിന്ദു കൃഷ്ണ തന്നെ ഇവിടെ സൂചിപ്പിച്ചത് സമാധാനപരമായി ആരും ഞങ്ങളെ വന്നില്ല, ഞങ്ങളുടെ അടുത്ത് പിടിക്കാൻ വന്നവർ ഞങ്ങൾ തുടരുന്നു. ഡോക്ടർ അരുൺ പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്. അങ്ങനല്ല, നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവര് സമാധാനപരമായി സമരം ചെയ്തു. പക്ഷേ ഒരു കയ്യിൽ ആയുധമേന്തി അടുത്ത കയ്യിൽ കരിങ്കൊടിയുമായി ഒരു സമരത്തിന് വന്നാൽ അതിനോടൊപ്പം ഡിവൈഎഫ്ഐക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമാണ്. ദിലീപ്, എന്റെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുകയാണോ ചെയ്തത്, അതല്ല കരിങ്കൊടി കാട്ടുകയാണോ ചെയ്തത്? ഏതു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചത്? നേരിട്ട് കണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ ബസ് കടന്നു പോയതിന് ശേഷമാണ് ഇവർ റോഡിലേക്ക് എത്തിയത്. പോലീസുകാരെ വെട്ടിച്ച് റോഡിലെത്തിയത്. പിന്നീടുള്ള വാഹനം കടന്നു പോകുന്നു. ഇവർ കരിങ്കൊടി വീശുന്നു. വീശിക്കഴിഞ്ഞ ഉടൻ തന്നെ പോലീസ് പിടിച്ച് മാറ്റുന്ന സമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ എത്തുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ എടുത്തുന്നു, അടി തുടങ്ങുന്നു. അല്ല, ഒരു കാര്യം, എന്റെ ഒരു സംശയം, നിങ്ങൾ റിപ്പോർട്ടറോടുള്ള എന്റെ ഒരു സംശയം, ഈ യൂത്ത് കോൺഗ്രസുകാരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നോ? വടികൾ ഉണ്ടായിരുന്നോ? വടി ഉണ്ടായിരുന്നോ? പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നോ? ഒരു കരിങ്കൊടി സമരത്തിന് വരുന്ന മിസ്റ്റർ അരുൺകുമാർ, നമ്മള് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഉയർത്തുന്ന ഒരു സമര രൂപമാണല്ലോ ഈ കരിങ്കൊടി പ്രതിഷേധം. എവിടെയെങ്കിലും എന്റെ ചോദ്യം ഷബീർ നോക്കൂ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ കരിങ്കൊടി ഉണ്ടായിരുന്നു, വടിയും ഉണ്ടായിരുന്നു. അവർക്ക് കരിങ്കൊടി കാണിക്കാനാണ് അവർ വന്നത്. ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിൽ പട്ടിക ഉണ്ടായിരുന്നു. ഈ പട്ടികൾ എന്തിനാ കൊണ്ടുവന്നത്? ട്യൂബ്ലൈറ്റ് എന്തിനാ കൊണ്ടുവന്നത്? ട്യൂബ്ലൈറ്റ് അവിടെ ഉണ്ടായിരുന്ന അങ്ങനല്ല. ഒരു സമരത്തിന് വന്നു എന്ന് പറയുമ്പോൾ സമാധാനപരമായി കരിങ്കൊടി സമരം പറയും. അത് പ്രതിരോധിച്ചു, സമ്മതിച്ചു. യൂത്ത് കോൺഗ്രസുകാര് വലത്തെ കയ്യിൽ കരിങ്കൊടി, കരിങ്കൊടി സമരം ഏതെങ്കിലും ഇങ്ങനൊരു സമര രൂപം നമ്മളൊരു ചരിത്രം പരിശോധിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഗാന്ധിജി ഉപയോഗിച്ച സമര രൂപം എന്ന നിലയിൽ ഈ ഇന്ത്യയിൽ ആകെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സമര രൂപമാണ് ഈ കരിങ്കൊടി സമരം. പക്ഷേ കരിങ്കൊടിയുടെ സമരം നിന്ന് ഡിവൈഎഫ്ഐ നേരിട്ട ചരിത്രമുണ്ടോ? ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഞാനത് മറുപടി പറയാം. കരിങ്കൊടിയുമായി വന്ന് മാന്യമായി കരിങ്കൊടി കാണിച്ച് തിരിച്ചു പോകുന്ന ഒരാളെ എവിടെയും ആക്രമിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ പേരിൽ സംഘർഷം സൃഷ്ടിക്കാൻ, ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ, ആ വണ്ടിയുടെ മുന്നിൽ കയറി ആത്മഹത്യ സ്കോഡായി വരാൻ തരുന്നവരെ പ്രതിരോധിച്ചിട്ടുണ്ട്, അവരെ തടഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഗുണ്ടകളായി ഇന്നുൾപ്പെടെ ഇവിടെ വന്നത്, ഗുണ്ടകൾ ആയുധമായി വന്നാൽ ഈ ബിന്ദു കൃഷ്ണ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി ഗുണ്ടകൾ ആയുധവും വേണ്ടി വന്ന് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗുണ്ടകൾ ഈ വന്ന യൂത്ത് കോൺഗ്രസുകാരുടെ ചരിത്രം പരിശോധിച്ചാൽ എത്ര കേസുകളിൽ പ്രതികളായി ചേർക്കപ്പെട്ടുള്ള ആൾക്കാരും നമുക്ക് മനസ്സിലാവും. ഒരു നിമിഷം സാർ, ഞാൻ വരാം സാർ. ഒരു നിമിഷം നോക്കൂ, ബിന്ദു കൃഷ്ണ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നോക്കൂ, അക്രമം ഉണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസ് വന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് പോലീസാണോ ഡിവൈഎഫ്ഐ ആണോ? നിയമപരമായ ബാധ്യതക്കാണ് പോലീസിനാണ്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാരാണ്, പോലീസുകാരാണ്. പക്ഷേ ഡിവൈഎഫ്ഐക്കാരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ഡിവൈഎഫ്ഐക്കാരെ ആയുധമേന്തി പെപ്പർ സ്പ്രേയുമായി അവിടെ ചാനലിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കുന്നു. ആ ചാനൽ ദൃശ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വാള് വീശുന്നതിന് സമാനമായി ഈ വടി വീശിക്കൊണ്ടുവരുന്ന ചിത്രങ്ങളുണ്ട്.